Hello dear students, welcome to Math Road. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 3rd സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മാട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. Find the general solution of the linear system whose augmented matrix is 1 3 5 0 0 1 1 3. നമുക്കൊരു ഓഗ്മെന്റഡ് മാട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ മാട്രിക്സിന്റെ ജനറൽ സൊല്യൂഷൻ, ഈ മാട്രിക്സ് ഒരു ലീനിയർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു മാട്രിക്സ് ആണ്. ആ ലീനിയർ സിസ്റ്റത്തിന്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഈ മാട്രിക്സിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിനെ നിങ്ങൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ ഫസ്റ്റ് റോയിലെ ഏറ്റവും ലെഫ്റ്റിലുള്ള എലമെന്റ് 1 ആണെന്ന് നോക്കുക. ഇത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഫസ്റ്റ് റോനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഫസ്റ്റ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ എലമെന്റ് അത് 1 അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ 1 ആക്കുക. ഓക്കെ, ഇവിടെ ഓൾറെഡി 1 ആണ്. അപ്പോൾ നിങ്ങൾ അതിനെ ഫസ്റ്റ് റോനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഇനി അതിന്റെ താഴേക്കുള്ള നമ്പർ 0 ആണെങ്കിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഇവിടെ താഴെ തന്നിരിക്കുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ രണ്ടാമത്തെ റോനെ കീപ്പ് ചെയ്യുക. ഇനി അത് 0 അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ 0 ആക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ റോയിൽ ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ എലമെന്റ് 1 ആണ് നോക്കുക. ഇവിടെ ഓൾറെഡി 1 ആണ്. നമ്മൾ ആ റോൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഇനി അതിന് മേലേക്കുള്ള നമ്പർ, ഇതിന് മേലേക്കുള്ള നമ്പർ 0 ആണ് നോക്കുക. അത് 0 അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, -3 അവിടെ 0 ആക്കണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് റോന്ന് റോ 1 നമ്മൾ എന്ത് ചെയ്യാം, മാറ്റാം. ഓക്കെ, ഇവിടെ റോ 1 എന്താണ്, -3 ആണല്ലോ. ഇവിടെ നമ്മൾ 3 ആണെങ്കിൽ -3യും +3 ആഡ് ചെയ്ത് നമുക്ക് ഇവിടെ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇത് രണ്ടാമത്തെ റോ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, റോ 1ലേക്ക് എന്ത് ആഡ് ചെയ്യാം, 3 ടൈംസ് റോ 2 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ഈ ഫസ്റ്റ് റോ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ റോനെ 0 1 1 3 നമ്മൾ അതേപോലെ ഇവിടെ കീപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഓക്കെ, ഫസ്റ്റ് റോയിലേക്ക് 3 × R2 ചെയ്യാം. അപ്പൊ 3 × 0 എന്ന് പറയുമ്പോൾ 0 ആണ്, +1. ഓക്കെ, ഫസ്റ്റ് ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ഓക്കെ, R1 ഉള്ള ഫസ്റ്റ് എലമെന്റ് 1 +3 × R2 ഉള്ള അതിന് തൊട്ട് താഴെയുള്ള എലമെന്റ് 0. അപ്പോൾ 1 + 3 × 0 എന്ന് പറയുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ആ 1 നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, തൊട്ടടുത്ത് നമ്മൾ അടുത്ത നമ്പർ എടുക്കുക. ഇവിടെ R1 -3 ആണ്. അപ്പോൾ -3 + 3 × R2 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ -3 + 3 എന്ന് പറയുമ്പോൾ 0 ആണ് കിട്ടുക. ആ 0 നമ്മൾ ഇവിടെ എഴുതി. തൊട്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, തൊട്ടടുത്ത നമ്പർ ഇവിടെ -5 ആണ് R1. അപ്പോൾ -5 + 3 × R2 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെയുള്ള റോ 2 എലമെന്റ് 1. ഓക്കെ, ഇത് -5 + 3 എന്നാണ് കിട്ടുക. എന്ന് പറയുമ്പോൾ -2. ആ -2 നിങ്ങൾ ഇവിടെ എഴുതുക. തൊട്ടടുത്ത് നിങ്ങൾ അടുത്ത നമ്പർ ഇവിടെ 0 ആണ്. അപ്പോൾ R1 0 ആണ്. 0 + 3 × അതിന് തൊട്ട് താഴെയുള്ള റോ 2 എലമെന്റ് R2 3 ആണ്. 0 + 3 × 3 എന്ന് പറയുമ്പോൾ 0 + 9 ആണ്. അപ്പോൾ 9 നിങ്ങൾ ഇവിടെ എഴുതുക. അങ്ങനെയാണ് നമുക്ക് ഈ മാട്രിക്സ് കിട്ടുന്നത്. ഇനി ഈ മാട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി മാറ്റാം. ഈ മാട്രിക്സിന്ന് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന്റെ ലാസ്റ്റ് റോനെ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് കോളത്തിന് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. ഓക്കെ, ലാസ്റ്റ് കോളത്തിന് നമ്മൾ അവിടെ മാറ്റി വെക്കുക. ബാക്കി 3 കോളത്തിന് നമ്മൾ അവിടെ എഴുതുക. 1 0 -2 0 1 1 എഴുതി. ഓക്കെ, എന്നിട്ട് അതിന്റെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുക. ഓക്കെ, ലാസ്റ്റ് കോളത്തിന് മാറ്റി വെക്കുക. ബാക്കിയുള്ള എല്ലാ കോളത്തിനും നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ കീപ്പ് ചെയ്യുക. ഇനി ഇവിടെ എത്ര കോളം ഉണ്ട് നോക്കുക, 1 2 3 3 കോളം ആണെങ്കിൽ നിങ്ങൾ 3 വേരിയബിൾ ഉള്ള ഒരു കോളം മെട്രിക്സ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് x1 x2 x3 എന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ ബാക്കി 3 കോളം ഉണ്ട്. അപ്പോൾ നമ്മൾ 3 വേരിയബിൾ കൊണ്ട് നമ്മൾ ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് കോളത്തിന് എഴുതുക. ഓക്കെ, ഇനി നോക്കൂ, നമുക്കിവിടെ 1 × x1 എന്ന് പറയുമ്പോൾ x1 +0 x2 എന്ന് പറയുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. +-2 × x3 എന്ന് പറയുമ്പോൾ -2 x3 ഈക്വൽ ടു, ഇത് ഫസ്റ്റ് റോ ആയതുകൊണ്ട് 9. ഇതാണ് ഈ ഇക്വേഷൻ. അതുപോലെ തൊട്ടടുത്ത ഇക്വേഷൻ 0 x1 എഴുതേണ്ട ആവശ്യമില്ല. +1 × x2 x2 +1 × x3 x3. അപ്പോൾ x2 + x3 = 3. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ. നമുക്ക് എന്ത് കിട്ടി, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ ഓഗ്മെന്റഡ് മാട്രിക്സ് നമ്മൾ എന്ത് ചെയ്തു, റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് മാറ്റി. അതിനെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി മാറ്റി. ഇനി നമുക്ക് വേണ്ടത് ഈ ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ
സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് റോ റെഡ്യൂസ്ഡ് എക്കലോൺ മാട്രിക്സ് നമുക്ക് കിട്ടിയ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നോക്കുക. ഇവിടെ കൂടുതലുള്ള വേരിയബിൾ ഏതാ നോക്കുക. നോക്കൂ, ഇവിടെ x1 x2 ഉണ്ട്, x3 രണ്ട് തവണ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, x3 എല്ലാം മറ്റൊരു സൈഡിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ x1 ന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. x1 ഈക്വൽ ടു -2x3 റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഓൾറെഡി 9 ഉണ്ട്. അപ്പോൾ 9 -2x3 അങ്ങോട്ട് പോകുമ്പോൾ +2x3 ആകും. ഇവിടെ x2 ന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. x2 ഈക്വൽ ടു ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, ഈ +x3 അങ്ങോട്ട് പോകുമ്പോൾ -x3 ആവും. ഓക്കെ, അപ്പോൾ x1 ന് നമ്മൾ എങ്ങനെ എഴുതാം, x1 ന് 9 + 2x3 എന്ന് എഴുതാം. x2 ന് എങ്ങനെ എഴുതാം, 3 - x3 എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, ഇവിടെ x3ക്ക് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. x3ക്ക് ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ച് x1 x2 കിട്ടും. ഓക്കെ, അപ്പോൾ x1 എന്നുള്ളത് 9 + 2x3 ആണ്, x2 എന്നുള്ളത് 3 - x2 ആണ്. x3ക്ക് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാന്ന് പറഞ്ഞ മീനിങ് x3 ഫ്രീ വേരിയബിൾ എന്ന മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് x3ക്ക് എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് x1 ന്റെ x2 ന്റെ വാല്യൂസ് മാറി മാറി വരും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു സൊല്യൂഷൻ കിട്ടും, മറ്റൊരു വാല്യൂ കൊടുത്താൽ മറ്റൊരു സൊല്യൂഷൻ കിട്ടും, എല്ലാം ട്രൂ ആയിരിക്കും. ഓക്കെ.